എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കുറുപ്പന്തറ, പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ, തൃശൂർ ജില്ലയിലെ എളനാട്, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ റിലയൻസ് കളക്ഷൻ സെന്ററുകൾ തുറന്നിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ നിന്ന് കൈതച്ചക്കയും കപ്പയുമാണ് ശേഖരിക്കുന്നത്. കൃഷിയിടങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നു എന്നതാണ് ഈ കളക്ഷൻ സെന്ററുകളുടെ പ്രത്യേകത. ഒപ്പം തന്നെ ഇടനിലക്കാരന് ലഭിക്കുന്ന കമ്മീഷൻ കൂടി ഇവർ കർഷകന് ഉൽപ്പന്ന വിലയായി അപ്പോൾ തന്നെ നൽകുകയും ചെയ്യുന്നു. കർഷകർക്കുള്ള ഏറ്റവും കൂടുതൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ റെഡി പേയ്മെൻറ്റ് തരും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് ഞങ്ങൾ കണക്കാക്കണം. റിലയൻസുകാർ ഒരു 700 ഗ്രാം മുതൽ അവർ എടുത്തു പോകും. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ന്യായമായ വില ആവറേജ് കിട്ടി. കേരളത്തിന് ആവശ്യമായ അരിയും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കർഷകനെ പ്രേരിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് റിലയൻസ് അധികൃതർ പറയുന്നത്. ഇപ്പോഴിത് കർഷകർക്ക് ഏറെ ഗുണകരമാണെങ്കിലും ഭാവിയിൽ ഇവർ വിപണിയുടെ നിയന്ത്രണം കീഴടക്കിയാൽ എന്താകും എന്ന ആശങ്ക ബാക്കിയാണ്. കാർഷിക മേഖലയിലേക്കും കേരളത്തിൽ കുത്തകകൾ കടന്നു വരുന്നു എന്നതിന് തെളിവാണ് റിലയൻസിൻ്റെ ഈ പുതിയ നീക്കം. റിലയൻസിൻ്റെ ചില്ലറ വിൽപ്പനശാലകൾക്കെതിരെ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന ഇടതുപക്ഷ സംഘടനകൾ ഈ കടന്നുകയറ്റത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് ക്യാമറമാൻ ശരത് കുമാറിനോടൊപ്പം ജി പ്രസാദ് കുമാർ, അമൃത ന്യൂസ്.